ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ ദിവസമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇച്ചിലു ബേബി ഉറങ്ങാണ്. നമ്മുടെ ഹെയ്സുക്കുട്ടൻ ഇവിടെ ഇപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങാണ് കേട്ടോ. 2 റൂമിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. സെപ്പറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ അല്ലാന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയാണ് കേട്ടോ റൂമിൻ്റെ ഒരു സെറ്റപ്പ് നമ്മൾ ആക്കിയിട്ടുള്ളത്. മക്കൾ നമ്മുടെ കൂടെ കിടക്കാനും പാടില്ല, പക്ഷേ നമ്മുടെ കണ്ണോട്ടത്ത് വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹയാൻകുട്ടന് ഇന്ന് ട്യൂഷനുണ്ട്. രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ അവന് ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ അവനുള്ള പാൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ തലേ ദിവസം കുറേ ആലോചിച്ചുണ്ടാക്കിയ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിലു ബേബി കരഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്വഭാവമാണ്, ഞാൻ അടുത്തില്ല എന്ന് വെച്ചാൽ അപ്പം കരഞ്ഞ് ഓടി പുറകിൽ വരും കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് പാൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പശുവും പാൽ ഞാൻ അധികം കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ലൈറ്റായിട്ട് പാൽ ഒഴിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം കരയാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളെ സെറ്റപ്പാക്കി അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് ഫ്രോസൺ വെജീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വന്നിട്ട് നമ്മൾ പുലാവാണ് ഉണ്ടാക്കുന്നത്. റൈസ് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ഈസി. ഇനിയിപ്പോൾ അടുത്തത് കാടമുട്ടയില്ലേ, അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 കാടമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ചേ കിട്ടിയുള്ളൂ. തലേ ദിവസം പെട്ടെന്ന് ഞാൻ വാങ്ങാൻ പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര റേറ്റാണ് ഹോൾസെയിലിൽ നിന്ന്, ബാക്കി വാങ്ങിത്തരാമെന്നുണ്ട്. തൽക്കാലം 10 വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കുറേ ആൾക്കാർ എപ്പോഴും പറയും അയ്യോ മറന്നു പോകുന്നുള്ളത്, ഇന്ന് മറക്കണ്ട, പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു ഇമോജിയെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നെ ചുമ ഇനി മാറിയിട്ടില്ല, നല്ലോണം ശ്വാസം മുട്ടലുണ്ട്. അതിൻ്റെ ഇറിറ്റേഷൻ നന്നായിട്ട് എനിക്കുണ്ട് കേട്ടോ. രാവിലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൂടും. മക്കൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കുമ്പോഴേക്കും ഒരു പരുവവും. പിന്നെ നമുക്ക് ഈ പ്രസവിച്ചവർക്കൊക്കെ ഉള്ള പ്രത്യേകമുള്ള ഒരു സംഭവമായിരിക്കും ചുമച്ചാലൊക്കെ യൂറിൻ പോകാനുള്ളത്. അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ആക്ച്വലി അത് മാറ്റാൻ ഒരു എക്സസൈസൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്, ഞാൻ പറയാം കേട്ടോ. പിന്നെ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അതും കൂടെ പുഴുങ്ങാനായിട്ട് നമ്മൾ മുട്ട ഇട്ടതിൻ്റെ കെറ്റിലിൻ്റെ മുകളിൽ തന്നെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ ടൈമില്ലാത്തവർക്ക് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയമുള്ള സമയത്ത് എപ്പോഴെങ്കിലും വൈകുന്നേരമൊക്കെ കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടാവില്ല, കുറച്ചധികം വാങ്ങിയിട്ട് അതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സിപ്പ് ലോക്ക് ഏതെങ്കിലും ഒരു കവറിൽ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വെറും ചോറ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് എടുത്ത് അതുപോലെ ഇട്ടാൽ മതി. നമ്മുടെ ബോട്ടിൽ കഴുകിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചുടുവെള്ളം തിളപ്പിച്ച് ആറിയിട്ട് ഇതിലൊഴിച്ച് വെക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ റൈസ് കുക്കറിൽ കുറച്ച് ബട്ടർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ നമ്മൾ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ പുലാവിൻ്റെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ സംഭവം അടിപൊളിയായിട്ട് കറക്റ്റ് സമയത്തിന് റെഡിയായി വരും. പക്ഷേ എനിക്കെപ്പോഴും ഒരു ഫീലായിട്ടുണ്ട് സ്റ്റിക്കി പോലായി വരുന്ന പോലെ. അപ്പോൾ കുറച്ചും കൂടെ മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല. പക്ഷേ മക്കൾക്ക് കഴിക്കാൻ ആ ഒരു പരുവത്തിൽ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിതിൽ ഇങ്ങനെ ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പുലാവ് റെഡി ആയിക്കോളും. നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും ഞാൻ ഇതിന് വേണ്ട കറി കൂട്ടാനുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹെയ്സുക്കുട്ടൻ എണീറ്റ് ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കലൊക്കെ ഇടയിൽ കൂടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു സാധനം വാങ്ങിച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച അഗാറോൻ്റെ 4-in-1 ഇലക്ട്രിക് റോസ് ക്വാർട്സ് ഫേസ് റോളർ വിത്ത് ഗോഷ നമുക്കൊന്ന് നോക്കാം കേട്ടോ, അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ഒതൻറ്റിക് നാച്ചുറൽ റോസ് ക്വാർട്സ് കൊണ്ടാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഈ സെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു പൗച്ച് ഉണ്ട്, പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡ് ഉണ്ട്, 1 year വാറൻറ്റി ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ആൻറ്റി ഏജിങ് റോസ് ക്വാർട്സ് റോളർ കിറ്റ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കും. അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും റെഡ് പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കുറവാക്കും, ഡാർക്ക് സർക്കിൾസ് കുറവാക്കും, അതുപോലെ ഫൈൻ ലൈൻസ് കാര്യങ്ങൾ റിങ്കിൾസ് ഒക്കെ കുറവാക്കി നമ്മുടെ സ്കിന്നിന് റേഡിയൻ ഗ്ലോ വരുത്തും. ഇത് വന്നിട്ട് ഫസ്റ്റത്തെ ഈ ഒരു റോളറാണ്. ഇതിൻ്റെ താഴെയാണ് ഓൺ ഓഫ് ഉണ്ടാവുന്നത്, ഫസ്റ്റത്തെ റോളർ അത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് അണ്ടർ ഐ മസാജ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതതുപോലെ ഉണ്ടാവും. ഇനി അടുത്ത് വന്നിട്ട് ഇത് ഈ ഒരു സംഭവമാണ്. ഇതിട്ടിട്ട് നമുക്കതുപോലെ സ്കിന്ന് നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് വന്നിട്ട് ഈ ഒരു ഗോഷാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫേസിലേക്ക് എന്തെങ്കിലും സിറം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു 3-in-1 മൾട്ടി ഫങ്ഷൻ മസാജർ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാനും ടോൺ ചെയ്ത് മസാജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ വരുന്ന ആ ഒരു വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ നമുക്ക് സ്കിന്നിനെ മസിൽസിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഫേഷ്യൽ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റും. ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അണ്ടർ ഐയിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അണ്ടർ ഐയിൽ ഉണ്ടാവുന്ന ഒരു ബ്ലാക്ക് കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കിയതാണ്. അതേപോലെ 360 വാട്ടർ പ്രൂഫ് ഡിസൈനാണ്. അതുകൊണ്ട് നമുക്ക് ഷവറിലും പുറത്തും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാൻ. ഇനിയിപ്പോൾ അടുത്ത അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പതിയെ നമ്മൾ ഇതുപോലെ ഫേസിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്തും. അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ഫാറ്റ് കാര്യങ്ങളൊക്കെ മാറ്റും. ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ സ്കിന്ന് റെജുനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അടുത്ത് ഞാനിതേ ഗോഷ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ചൈനീസുകാരും ഇവർ കൊറിയൻസൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നല്ല റിസൾട്ടാണ്. നമ്മളിതുപോലെ ആക്കി കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഫേസിന് നല്ലൊരു മാറ്റം തന്നെ വരും. അതുപോലെ ഡബിൾ ചിന്ന് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജോ ലൈനൊക്കെ കറക്റ്റായിട്ട് വരാനും വേണ്ടിയിട്ട് ഇതുപോലെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകരിക്കും കേട്ടോ. ഫേസിലുണ്ടാവുന്ന ഫാറ്റൊക്കെ കുറവാക്കാനും വേണ്ടിയിട്ടൊക്കെ ഉപകരിക്കും. ഇതെപ്പോഴും നമ്മൾ ആഫ്റ്റർ യൂസ് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ 1 AA ബാറ്ററി ആണ് കേട്ടോ വരുന്നത് ഈ ഒരു സെറ്റിൽ. 1 year വാറൻറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എവറി യൂസ് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാനും വേണ്ടിയിട്ട്. കയ്യിലൊക്കെ നിറയെ കൊതുക് കടിച്ച് പിടിച്ച് നമ്മൾ കുക്ക് ചെയ്തേട്ടാ. ഓയ് നമ്മളിനിപ്പോൾ കാടമുട്ട ഗ്രേവിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ അപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇടയിൽ കൂടെ ഹെയ്സുക്കുട്ടൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കിന്ന് ചോറ് വേണ്ട, എനിക്ക് ദോശ മതി സ്കൂളിലേക്ക് ഇതൊക്കെ പറഞ്ഞിട്ട്. ചില സമയങ്ങളിൽ ഓരോരോ താല്പര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവന് രണ്ടും കൂടെ വെച്ച് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതേ മുട്ടയെല്ലാം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കാടമുട്ട കൊടുക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് തൊലിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വല്ലാത്തൊരു
ഇടങ്ങറ് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാറാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇതപ്പുറത്ത് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇച്ചുലു ബേബി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ നിന്ന് പണി ചെയ്യാൻ വയ്യാത്ത സമയത്ത് ഞാൻ ചെയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവളത് കണ്ടിട്ടുള്ളതുകൊണ്ട് ആ ചെയർ എടുത്ത് എനിക്ക് ഇട്ടിട്ട് അമ്മി ഇരിക്കീന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ എത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ഉടനെ തന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ 2 തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗാർലിക് പൗഡർ, കുറച്ച് ഗരം മസാല, പിന്നെന്താ മല്ലിപ്പൊടി, ഇതാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളി കളറ് വരും. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് വഴണ്ട് വരുന്ന ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഈ മുട്ടകളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക. ഇന്നത്തെ ദിവസം നമ്മുടെ റനക്കുട്ടിക്ക് സ്കൂളില്ല, അതുകൊണ്ട് 3 ടിഫിൻ ബോക്സ് മാത്രം നമുക്ക് ആക്കിയാൽ മതി. റനക്കുട്ടീൻ്റെ +2ൻ്റെ അവരുടെ സ്കൂളിൽ എന്തോ ഒരു സംഭവത്തിന് ടീച്ചേഴ്സ് പോകുന്നതുകൊണ്ട് സ്കൂളില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട മാത്രം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ 9 മുട്ടയായി. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ദോശൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ കുക്കർ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയറൊക്കെ ഒന്ന് പുറത്ത് കളയാനും വേണ്ടിയിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ വെജിറ്റബിളായിട്ട് അവർക്ക് ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ക്യാരറ്റ് പുഴുങ്ങാനൊന്നും നിന്നില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ എയറെല്ലാം പോയി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ കിച്ചണിലേക്ക് കൊണ്ടുവയ്ക്കാം. നമുക്കിപ്പോൾ ഡെയിലി, അതായത് ആഴ്ചയിൽ 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ മക്കൾക്ക് കൊടുത്തു വിടാൻ പറ്റും എന്നൊന്നുമില്ല. എനിക്ക് തീരെ വയ്യാന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദോശ, ചമ്മന്തി അങ്ങനെ ആയിരിക്കും. പക്ഷെ ഉച്ചയ്ക്ക് അവർ ദോശ കഴിക്കണമൊക്കെ പാവം തോന്നും കേട്ടോ. അവർക്ക് മിക്ക സമയത്തും ചോറ് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ മിക്ക സമയത്തും ഇങ്ങനെ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ വെജീസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് തക്കാളി ചോറോ അല്ലെങ്കിൽ ഇതുപോലെ മഷ്റൂം റൈസോ ക്യാരറ്റ് റൈസോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി പ്രത്യേകിച്ച് ആക്കാൻ വേണ്ട, കുട്ടികൾക്കും കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവും. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഉച്ച ആവുന്നവരെ ഇങ്ങനെ കാത്തിരിക്കൂലേ. അറിയില്ല എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത്, പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഒരു കാത്തിരിപ്പായിരുന്നു ഉച്ചയ്ക്ക് പെട്ടെന്നായിട്ട് ആ ഫുഡ് കഴിക്കാനും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ കുട്ടികളെന്ന് പറയുമ്പോൾ സ്കൂളിൽ തന്നെയല്ലേ കൂടുതൽ സമയം പുറത്ത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഒരുപാട് പൈസ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, നെല്ലിക്ക ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് ക്യാരറ്റ്, പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത്, പിന്നെ കാടമുട്ട കൊണ്ട് ഒരു ഫ്രൈ. ഇപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ മുട്ട കൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് എന്തോ ഒരു പ്രത്യേകത ഒക്കെ തോന്നും, അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളതിൽ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ നമ്മുടേത് ഹെയ്സൂൻ്റെ ടിഫിൻ ബോക്സാണ്. അവൻ ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കുറവാക്കിയിട്ട് ഒരു ദോശയും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ ഗ്രേവിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ അപ്പോൾ ടിഫിൻ ബോക്സ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലഞ്ച് ടൈം സ്നാക്സ് ടൈമിൽ ടിഫിൻ ബോക്സ് തുറന്നെടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്നുള്ളത്. ആക്ച്വലി സ്നാക്സ് നമ്മൾ വേറെ കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ വീഡിയോ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു, ഏതായാലും സ്നാക്സും കൂടെ കാണിക്കാമെന്നുള്ളത് വിചാരിച്ചു, സ്നാക്സ് ബോക്സും കൂടെ. അപ്പോൾ ഫ്രിഡ്ജിൽ തപ്പി നോക്കിയ സമയത്ത് കുറേ ദിവസം മുമ്പ് വാങ്ങി വെച്ചിരുന്ന ഒരു എന്താ പറയുക, ഇതിന് മറന്നുപോയി, അയ്യോ, മുസമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതുപോലൊരു 3 കഷ്ണം വെച്ചിട്ട് 2 പേരുടെ ടിഫിൻ സ്നാക്സ് ബോക്സിലും വെച്ചു. ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ബോക്സ് കൊടുക്കുന്നത്. ഹയാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഈ 2 ബിസ്ക്കറ്റുകളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ അടുത്തത് വാൾനട്ടാണ്. ഇതും കുറച്ച് ദിവസം മുമ്പ് വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല, പക്ഷെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിച്ചുകൊണ്ട് അവർ കഴിക്കും കേട്ടോ. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ വെക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു 5 4 അങ്ങനെ എന്തോ വരുന്ന സ്നാക്സ് ബോക്സാണ് കേട്ടോ. പിന്നെ ഒരു പഴവും അതുപോലെ സ്നാക്സ് ടൈമിൽ കഴിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഓരോന്ന് മുകളിൽ ഇങ്ങനെ അടുക്കി നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് വന്നിട്ട് ആക്ച്വലി നമ്മൾ സെയിൽ ചെയ്തിരുന്ന സംഭവമാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലിതുപോലെ കുറേ പ്രൊഡക്ട്സൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സെയിലില്ല. പിന്നീട് ഭാവിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ എല്ലാ തിരക്കും കൂടെ എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ സംഭവങ്ങൾ നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ വാട്ടർ ബോട്ടിലും ഇതുപോലെ ആക്കി വയ്ക്കുന്നുണ്ട്. ഇതും നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു തന്നെയാണ്. ഏറ്റവും ലാസ്റ്റ് ഓഫറിൽ കൊടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഉണ്ട്, ഒരിക്കലും ഈ ഒരു വിലക്ക് കിട്ടൂല എന്ന് തോന്നിയിട്ട് ഞാൻ അടിച്ചു മാറ്റിയിട്ട് വന്നതാണ് ആ ഒരു വാട്ടർ ബോട്ടിൽസ്. ഇനിയിപ്പോൾ ടിഫിനൊക്കെ കിറ്റിലാക്കി വെക്കാം കേട്ടോ. ടവൽ കൊണ്ടുപോകാണ്ട് മാം ചീത്ത പറയണം അമ്മീന്നും പറഞ്ഞിട്ട് ചുച്ചുക്കുട്ടി ഡെയിലി പറയാൻ തുടങ്ങി. അങ്ങനെ ടവൽ കൊടുത്തു വിട്ടാലും 2 ദിവസം കൊടുത്തു വിട്ടാൽ പിന്നെ കാണാതാവും. അപ്പോൾ പിന്നെ നമ്മൾ 2 ദിവസം കൊടുത്തു വിടാതാവും. പിന്നെ മാം ചീത്ത പറയണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും ടവൽ കൊടുക്കും. അങ്ങനെ അതെ ഞാൻ ലാസ്റ്റ് കോയമ്പത്തൂർ പോയ സമയത്ത് വാങ്ങി വെച്ചിരുന്നതാണ്. പുതിയതാണ്, കിച്ചൺ തുടയ്ക്കുന്ന ടവലാണ് അത്. ഇപ്പോൾ ഞാൻ അവർക്ക് പുതിയതായതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു വിടാണ് കേട്ടോ. ഇവിടെ ഇവരുടെ പരിപാടി എന്താണെന്നറിയോ, അപ്പുറത്തൊക്കെ മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് കമ്പിളിപ്പുഴു വന്നിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അവിടെ പോയിട്ട് അമ്പിളി 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിലിക്കുട്ടി കമ്പിളിപ്പുഴുവിനെ അമ്പിളി അമ്പിളി എന്നാണ് വിളിക്കുക. എടാ കള്ള അവനത് ഇടാനറിയാം, അതുകൊണ്ടാ കള്ളച്ചിരി. നിൽക്കാമ്പി തല ചീവി തരും. നിൽക്കിട്ടാമ്പി തല ചീവി തരും. അയച്ചനക്കും ചുച്ചുക്കും എന്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ഇച്ചിലു ബേബിക്കും അതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവൾ പിന്നെ അങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വാശി അങ്ങനെ കാണിക്കൊന്നുമില്ല. കാണിച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യൂല, കാരണം അത് നമ്മൾ എങ്ങനെയാണോ ശീലിപ്പിക്കുന്നത് അതുപോലെ ഉണ്ടാവും. അപ്പോൾ അവൾക്കും കൂടെ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം നോക്കി നിൽക്കും, എന്നിട്ട് ചോദിക്കും. പിന്നെ ഇതേ നമ്മുടെ ബേബിക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. അവൾക്ക് ഈ റൈസ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരിത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂല. അപ്പോൾ സെയിം നമ്മൾ മക്കൾക്ക് ടിഫിൻ ബോക്സിലാക്കിയ പോലെ അവളുടെ പ്ലേറ്റിലും കൂടെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതേ എനിക്ക് കുറച്ച് നമ്മുടെ കാടമുട്ട ഫ്രൈ ചെയ്ത പാത്രത്തിൽ ആ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹയാന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വേഗം ഫുഡാക്കി കൊടുക്കുകയാണ്. തലേ ദിവസത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു ബീഫിൻ്റെ, അതും 2 ദോശയാണ് കേട്ടോ അവൻ കഴിക്കുന്നത്. പോകുമ്പോൾ പാല് മാത്രം കുടിച്ചിട്ട് പോയതാണല്ലോ. പക്ഷേ ഇനിയിപ്പോൾ ട്യൂഷൻ ചിലപ്പോൾ 9:15 വരെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ അവൻ പോകുന്നതിനും വിളിക്കും, അതായത് 8 മണിക്ക് മുമ്പേ ഫുഡെല്ലാം റെഡി ആവുമോ ഒന്നും അറിയില്ല. എന്തായാലും എനിക്കിനിയിപ്പോൾ 4 മണിക്ക് എണിച്ചേ മതിയാവുള്ളൂ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവനവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇച്ചിലു ബേബിക്ക് അവളുടെ ഈ ടേബിളിൽ തന്നെ വേണം. നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ടേബിൾ അന്വേഷിച്ച് വരും. അവളുടെ ചെയർ എവിടെയോ ചോദിക്കും. എന്നിട്ട് അത് ഇട്ടിട്ട് അവളിങ്ങനെ അവൾക്ക് ആവശ്യമുള്ളത് അവളെടുത്ത് ഇങ്ങനെ കഴിക്കും കേട്ടോ. ഫുള്ളായിട്ട് അവളെ കഴിക്കാൻ വിടൂല, അങ്ങനെ ഫുള്ളായി കഴിക്കൂല. സ്റ്റാർട്ടിങ്ങിൽ അവളങ്ങനെ കഴിച്ചോളും.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതേ ഇപ്പോൾ ഇവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാൻ. ഹയാന മാത്രമാണ് ഫസ്റ്റ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ഇക്ക ചീത്ത അറിയായിരുന്നു, ബാക്കിയുള്ളവരെയും കൂടെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ ഇപ്പോൾ കൊണ്ടുവിട്ടേനേന്ന് പറഞ്ഞിട്ട്. എല്ലാവരും റെഡിയാണ്, പക്ഷേ ഇനിയിപ്പോൾ ബൈക്കിൽ അത്രയും ദൂരം ഇവരെയും വെച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഹയാൻകുട്ടനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അതിന് ശേഷം നമ്മുടെ ഹേസുക്കുട്ടൻ നമ്മുടെ കാലിൻ്റെ അടിയിൽ കിടന്ന് അങ്ങനെ റൗണ്ട് അടിച്ചിട്ടേ ഇരിക്കുന്നുണ്ട്. ചുച്ചുക്കുട്ടി ഇവിടെ ഇല്ല, രാത്രി കിടക്കുന്നത് അമ്മാൻ്റെ വീട്ടിലാണ്. രാവിലെ എണീറ്റിട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ ഡ്രസ്സ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇടും. യൂണിഫോം എപ്പോഴും സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ഇക്ക ഹയാനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ചുച്ചുക്കുട്ടീനെ വിളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഹേസുക്കുട്ടനും കൂട്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഓടി വന്ന് നമ്മുടെ കിച്ചൺ കബോർഡ് കാര്യങ്ങൾ എല്ലാം ഒന്ന് തുടച്ച് വെക്കുകയാണ് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കളർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. പിന്നെ അത് നോക്കി ഏത് നേരം കരഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തുടച്ച് എടുക്കുകയാണ്. ഇപ്പോൾ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി. അതുവരെ നമുക്ക് ബാക്കിയുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്സ് എഡിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടാവും. അതിൻ്റെ പണിത്തിരക്കായിരിക്കും കേട്ടോ. അതിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാണെങ്കിൽ ടെൻഷനും ഉണ്ടാവും, അല്ല ഏതെങ്കിലും കറ അവിടെ പിടിച്ചിട്ടുണ്ടാവോ ഇവിടെ പിടിച്ചിട്ടുണ്ടാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് ഓടിച്ചിട്ട് തുടച്ചിട്ട് ഞാൻ പിന്നെ അപ്പുറത്തേക്ക് പോയി. അപ്പോഴേക്കിതേ നമ്മുടെ ചുച്ചുക്കുട്ടിയും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുച്ചുക്കുട്ടിക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, അതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റനക്കുട്ടി ഉള്ളതുകൊണ്ട് പിന്നെ റനക്കുട്ടി ചെറുതായിട്ടൊന്നും അവൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുത്ത് പിന്നെ ദേ അവർ ഇറങ്ങാണ് കേട്ടോ. അവള് സ്വപ്നം കണ്ടു നോക്ക് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ചെറിയ കുട്ടിപ്പട്ടാളമെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ടേബിൾ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം കുറേ ദിവസമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും ഓർഗനൈസ് ചെയ്തൊന്നും വെക്കുന്നില്ല, എങ്ങനെയൊക്കെയോ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര സന്തോഷത്തോടെ നിങ്ങളെ കാണിച്ചു തരാണ്. ലക്ഷദ്വീപിലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ഇതുപോലെ അയച്ചു തന്ന സാധനങ്ങളാണ്. അവിടെ ഉള്ള സാധനമാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ഒരു തേങ്ങാ മിഠായൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതിന് മുമ്പ് വേറൊരു കൂട്ടുകാരി ലക്ഷദ്വീപിൽ നിന്ന് ഹസീന എന്ന് പറയും, അവരും ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ അച്ചാറും പിന്നെ വേറൊരു സംഭവം കൂടി കേട്ടോ. ഞാനതൊക്കെ കാണിച്ചു തരാം ഇൻഷാ അള്ളാ. നമ്മൾ എത്രത്തോളം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവരുടെ നാട്ടിൽ നിന്ന് ഇത്രയും മെനക്കെട്ട് പൈസ ചിലവാക്കി സാധനം വാങ്ങിയിട്ട് അയച്ചു തരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ അഡ്രസ്സ് കൊടുക്കാനൊക്കെ എനിക്ക് മടിയാണ്, ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ അവരെന്നെ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് ചോദിക്കാൻ മടി ഈ സീലൊക്കെ വാങ്ങുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മടിയുമില്ല, നിങ്ങൾ അയച്ചോ എന്നിട്ട് അങ്ങനെ അയച്ചാണ്. പിന്നെ ഈ സംഭവം വന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് പനി വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അതിപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം അൺബോക്സ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അലങ്കോലമായിട്ട് ബോക്സ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ ഗോൾഡൻ കളർ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളിങ്ങനെ വീട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട്. നമ്മുടെ ഒരു തീം എന്ന് പറയുന്നത് വൈറ്റും ഗോൾഡൻ കളറും ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം കുറേ ദിവസമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ വാങ്ങി. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതും കൂടെ വാങ്ങി. അപ്പോൾ നല്ല മണമായിരിക്കും. അതൊന്ന് ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതേ നമ്മൾ ഇച്ചു ബേബീനൊന്ന് കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ആള് ഭയങ്കര വെള്ളവത്തിയാണ് കേട്ടോ. ഈ കാണുന്ന പോലെ ഒന്നല്ല, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും, അങ്ങനെയാണ്. അപ്പോൾ അവളൊന്ന് റെഡിയാക്കി നിർത്താണ് കേട്ടോ. ആളെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ചെയ്തത്. ആളെവിടെ ഉറങ്ങാൻ, വേണമെങ്കിൽ എന്നെ ഉറക്കും എന്നല്ലാതെ അവൾ ഉറങ്ങുന്ന യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോൾ അവളെയും വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇപ്പുറത്തെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുണികൾ മടക്കാനുള്ളതും ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനൊരു താത്ത വരുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ ഹെൽപ്പ് ചെയ്ത്
എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരപ്പുറത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേ ഹാൾ ഇവിടെയൊക്കെ എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ നമ്മൾ ടേബിളും ബാക്കിയുള്ള കുറച്ച് സാധനം കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട്. അത് ഇന്നൊരു ദിവസം അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടേബിളും ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ചെറിയൊരു ക്യാൻഡിലും കൂടെ കൊളുത്തി വെച്ചപ്പോൾ സംഭവം സെറ്റായി. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ടേബിൾ അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ ആ ഫ്ലവറൊക്കെ വെച്ചപ്പോൾ. പിന്നെ ഇതേ ഞാൻ നമസ്കരിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമല്ലേ, അപ്പോൾ ഒന്ന് കഫ് ഓതാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഖുറാനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. ഇച്ചിലു ബേബി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റൂമിൽ നിന്ന് മാറി ഹാളിലേക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്ന് ഇരുന്നു. ആൾ എൻ്റെ കൂടെ ഓതാനും കളിക്കാനും കരയാനും ഒക്കെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് മോദി. പിന്നെ ലുഹ സൂറത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, എനിക്ക് ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ലുഹ ഒരു 11 പ്രാവശ്യം ഓതുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. സഹായിക്കാനില്ലാത്തവരെ പഠിച്ചോൻ സഹായിക്കും എന്നല്ല പറയുക. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു സംഭവം കേട്ടോ ലുഹ. അപ്പോൾ അത് ഓതിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ 11 പ്രാവശ്യം ഒന്നും ഓതിയില്ല. ഒരു പ്രാവശ്യം ഓതുമ്പോഴേക്കും നമ്മുടെ ഇച്ചിലു ബേബി കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മഹ്രിബിന് ബാക്കി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതേ നമ്മൾ അപ്പുറത്ത് വെച്ചിരുന്ന നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ചെടി ഉണ്ടല്ലോ, ഇത് ഹാളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരേ സംഭവം കാണുമ്പോൾ ബോറടിക്കൂലേ. അപ്പോൾ ഇതേ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് വെച്ചു കേട്ടോ. എനിക്കെപ്പോഴും എന്തെങ്കിലും കുട്ടികളെ ഇങ്ങനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ കയ്യിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. ചില ബേബി ഉറങ്ങാത്തത് കൊണ്ട് ഞാനിതേ പീനട്ട് ബട്ടർ ഒരു സ്പൂണിലാക്കിയിട്ട്, മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, അയച്ചനും ചുച്ചൂക്കൊക്കെ അവരൊക്കെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു അടവാണ്. പീനട്ട് ബട്ടർ ഇതുപോലെ സ്പൂണിലാക്കി അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവരിതിങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ കിട്ടാണ്, അതും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം നോക്കും, നമുക്ക് നമ്മുടെ പണികളും നടക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങി വയ്ക്കും, ചിലപ്പോൾ അതായിരിക്കും കൊടുക്കുക. എന്താണോ ഉള്ളത് ആ സമയത്ത് അത് കൊടുത്ത് ഒതുക്കി നിർത്തും. പിന്നെ ഇതേ സ്റ്റഡി ടേബിളിൻ്റെ ഈ ഒരു ഭാഗം, ഇതിന് പറയുന്ന പേര് പെഗ് ബോർഡ് എന്നാണ്. ഈ ബോർഡ് മൊത്തത്തിൽ കാണുന്ന ആ ഒരു സംഭവം ഹോളായിട്ടുള്ളത്. അത് വന്നിട്ട് നമ്മൾ ചുമരിൽ ആണി അടിച്ച് വേണം നിർത്താൻ. ഇത് വാങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. നിർഭാഗ്യവശാൽ ആണി അടിക്കൽ ഇതുവരെ നടന്നിട്ടില്ല. ഞാനിങ്ങനെ ഒപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കുറേ സംഭവങ്ങൾ അതിൽ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെപ്പറേറ്റ് വാങ്ങുന്നതാണ്. അപ്പോൾ അതിനി നോക്കിയിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റനക്കുട്ടി എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഡസ്റ്റ്ബിൻ. അപ്പോൾ ഞാൻ അത് പോയി എടുത്തിട്ട് വന്നിട്ട് അവൾക്ക് ബ്ലാക്ക് കൊടുത്തു വിട്ടാ. അപ്പോൾ ഇതാണ് റനക്കുട്ടീൻ്റെ റൂം. റനക്കുട്ടീൻ്റെ സ്റ്റഡി ടേബിൾ ഇതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഭാഗ്യത്തിന് എന്തൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ ചീത്ത പറയും, ശരിക്കും വെക്കൊക്കെ വലിച്ചിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരു സാധനം കൂടി ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ? അടുത്ത് പോയോ വെളിച്ചത്തിൽ പോയോ? കണ്ടോ, സോ ക്യൂട്ട്. റബ്ബറാണ്. നമുക്ക് കുറച്ച് പെന്നുകൾ, ഞാൻ ഭംഗിക്ക് അസ്തത്തിക്കിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുകയാണ്. പെന്നെടുക്കാം, പിന്നെന്ത് വേണം, പെൻസിൽ എടുക്കാം. എടുത്തോണ്ട പെൻസിൽ ചാഹിയേ, ഒന്ന് തരുള്ളൂ. 2 താരം എന്താണ് ഇങ്ങനെ പിശുക്കി വെക്കണം. ഇതെടുക്കട്ടെ. 50 രൂപ കൊടുത്ത് വാങ്ങിയത്, ഉപയോഗിക്കണം കൂടിയില്ല. എന്താണ് എന്ത് തരാൻ? കുട്ടി റാബിനെ ഫാൻ ഓഫ് ആക്കി. നമ്മുടെ റാബി എവിടെയെന്ന് അറിയോ? നമ്മുടെ റാബി ഇവിടെയാണ് അല്ലേ? ബേബി വിളിക്ക്. ബാബിനെ കാണാനില്ല. റാബി നോക്കണേ. നോക്ക് എന്റെ ആ സാധനത്തിന് മാച്ച് ആയിരുന്നു. അതെടുത്ത് വെള്ളം തരും എനിക്ക്. നോ, അമ്മയ്ക്ക് ഒന്നുമേ ഇല്ല ഇവിടെ.
എൻ്റെ സ്വർണ്ണമാല എടുത്തിട്ട് ഞാൻ എനിക്കിനി ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം. അയ്യോ ഒന്ന് വയറ് ഫുൾ നിറച്ച് തന്നെ തിന്നാൻ പാടണമെന്നില്ല. ഇനി ഒന്നൊന്നില്ല. എന്താ കരച്ചില് കടവാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടാ. ഇല്ല കൊടുക്കണ്ട ലഞ്ച് കഴിക്കണം. എനിക്കിപ്പോ സമാധാനം മതി. എനിക്കിപ്പോ കുറച്ചു നേരം സമാധാനം മതി. കയ്യിൽ എന്തൊക്കെ പൊടി. കയ്യിൽ തന്നെ തിന്നു. സോ വി സ്ക്രോൾ. അപ്പൊ ഇത് ക്ലീൻ ആവും. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ഇത് വേണ്ട കാണിക്കേ. ഇത് വന്നിട്ട് നമ്മൾ 2 വർഷം മുമ്പ് ഐക്യയിൽ പോയ സമയത്ത് ഈ വാങ്ങി വെച്ചൊരു റോളറാണ്. ഇതിലിതുപോലെ നമുക്ക് ഇവിടെയുള്ള അതായത് പെറ്റൊക്കെ വളർത്തുന്നവർക്ക് കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. സോഫയിലൊക്കെ ഉള്ള പൊടികളൊക്കെ പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, കിട്ടാത്ത ഈ പൊടികളൊക്കെ ഉള്ള പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൽ മൊത്തത്തിൽ ഇതൊരു പശയാണ് കേട്ടോ, അതിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഡസ്റ്റ് ഫുള്ള് ഇതിലേക്ക് ഒട്ടി. പിന്നെ ഇതിൽ ഫുള്ള് ഇതുപോലെ പശയായിരിക്കും. അത് വീണ്ടും ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ പശകളല്ല ഡസ്റ്റൊക്കെ അതിലേക്ക് പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലാമ്പിൻ്റെ ഈ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് ഇതുപോലെ പൊടിയില്ലേ, അപ്പോൾ അത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ പണിയൊക്കെ ഞാൻ റനക്കുട്ടീനെ ഏൽപ്പിച്ചു കേട്ടോ. റനക്കുട്ടിക്ക് സ്കൂളില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ മുതലാക്കി എടുക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അലങ്കരിച്ചെടുത്തു കേട്ടോ എല്ലാം കൂടി. ഇനി കുറേ സാധനങ്ങൾ വാങ്ങാനും വെക്കാനും ഒക്കെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. പിന്നെ കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് അതുപോലെ വെച്ചു. അപ്പോൾ എനിക്ക് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.